ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു വിജുവാല 2.0. നമുക്ക് AFS അതായത് +2 അക്കൗണ്ടൻസി AFS കുട്ടികൾ പഠിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ തിയറീസ് ആണ് ഈ ഒരു വീഡിയോ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ, അത് കുറച്ച് തിയറീസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ തിയറീസെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് പോവാട്ടോ. കാരണം AFS കുട്ടികൾക്ക് ഒരുപാട് തിയറീസ് ചോദിക്കുന്നുണ്ട്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി? എന്താ നമ്മൾ +1 പഠിച്ചത്? കോമൺ സെയിൽ, പർപ്പസ് ഓഫ് സക്സഷൻ, ലിമിറ്റഡ് ലയബിലിറ്റി, അതുപോലെ തന്നെ ട്രാൻസ്ഫിലിറ്റി ഓഫ് ഷെയർസ് എല്ലാം ഉണ്ട് അല്ലേ. ദെൻ പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി നമ്മൾ ഡിഫറൻസ് പഠിക്കുക. പബ്ലിക് കമ്പനിയിൽ മിനിമം 7 പേര്, പ്രൈവറ്റ് കമ്പനിയിൽ 2 പേര് മതി. മാക്സിമം അൺലിമിറ്റഡ് ആണ്, ഇവിടെ മാക്സിമം 200. ഡയറക്ടേഴ്സ് 3 ആൾ വേണം, അവിടെ 2 ആൾ മതി. ഇൻഡെക്സ് കമ്പൽസറി ആണ്, മറ്റേത് നോട്ട് കമ്പൽസറി ആണ്. പിന്നെ ട്രാൻസ്ഫിലിറ്റി ഓഫ് ഷെയർസ് നോ റെസ്ട്രിക്ഷൻസ്, അവിടെ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇൻവിറ്റേഷൻ ഓഫ് പബ്ലിക് നമുക്ക് ചെയ്യാൻ പറ്റും പബ്ലിക് കമ്പനിയിൽ. പ്രൈവറ്റ് കമ്പനിയിൽ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ ഡിഫറൻസ് പഠിക്കാം. ദെൻ കാറ്റഗറൈസേഷൻ ഓഫ് ക്യാപിറ്റൽ നോക്കാം. ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, അൺഇഷ്യൂഡ് ക്യാപിറ്റൽ. നമുക്കിത് മാത്രമല്ല, ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ എന്ന് ചോദിച്ചാലും നമുക്കിത് എഴുതാൻ പറ്റും കേട്ടോ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ എന്ന് ചോദിച്ചാൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ, കമ്പനി രജിസ്റ്റർ ചെയ്ത ക്യാപിറ്റൽ. ഇഷ്യൂഡ് ക്യാപിറ്റൽ, അതിൽ എത്ര ക്യാപിറ്റൽ നമുക്ക് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തു. ഇഷ്യൂ ചെയ്യാത്ത ക്യാപിറ്റൽ അൺഇഷ്യൂഡ് ക്യാപിറ്റൽ. അത് കഴിഞ്ഞ് സബ്സ്ക്രിപ്ഷൻ കിട്ടിയ ക്യാപിറ്റലുണ്ട്, അത് കിട്ടാത്ത ക്യാപിറ്റലുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വന്നു. അതുപോലെ തന്നെ ഫുള്ളി പെയ്ഡപ്പ് ഉണ്ട്, നോട്ട് ഫുള്ളി പെയ്ഡപ്പ് ഉണ്ട്. അങ്ങനെ കോൾഡ് അപ്പ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ക്യാപിറ്റൽസ് ഇതുപോലെ കാണിച്ചു കൊടുക്കാം. ദെൻ സ്റ്റെപ്സ്, ഇഷ്യൂ ഓഫ് ഷെയർസ്, അതുപോലെ തന്നെ ഇഷ്യൂ ഓഫ് അപ്ലിക്കേഷൻ, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുക, അപ്ലിക്കേഷൻ വാങ്ങി അലോട്ട്മെന്റ് ചെയ്ത് ഫസ്റ്റ് കോൾ ആൻഡ് ഫൈനൽ കോൾ ചെയ്തണം കേട്ടോ. ദെൻ വാട്ട് ഈസ് മെൻ ബൈ കോൾസ് ഇൻ ഏരിയാസ്? എന്താണ് കോൾസ് ഇൻ ഏരിയ? 2 മാർക്കിന് ചോദിക്കും. ഇറ്റ് മേ ബി ഹാപ്പൻ that shareholders do not pay the call amount on due date. When any shareholder fail to pay the amount due on allotment or any call, such amount is called calls in arrear. ഏതെങ്കിലും ഷെയർ ഹോൾഡേഴ്സ് നമുക്ക് തരാനുള്ള കോൾസ് മണിയോ അല്ലെങ്കിൽ അലോട്ട്മെന്റ് മണിയോ ഒന്നും തന്നിട്ടില്ല എങ്കിൽ അതിനെയാണ് നമ്മൾ കോൾസ് ഇൻ അരിയർ എന്ന് വിളിക്കുന്നത്. ഇതൊരു എക്സ്പെൻസസ് ആണ്, നമ്മൾ ഇതിനെ ഡെബിറ്റ് ചെയ്യുന്നത് ചെയ്യാം കേട്ടോ. ദെൻ ഓവർ സബ്സ്ക്രിപ്ഷൻ, അതായത് ചില സിറ്റുവേഷനിൽ നമുക്ക് ആവശ്യമില്ല, പബ്ലിക്കിന് ഓഫർ ചെയ്ത എമൗണ്ടിനേക്കാൾ കൂടുതൽ ഷെയർസ് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യും. അതിനാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ നമ്മൾ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ദീസ് ആർ ഇൻസ്റ്റൻസ് വെൻ ആപ്ലിക്കേഷൻസ് ഫോർ മോർ ഷെയർസ് ഓഫ് എ കമ്പനി ആർ റിസീവ്ഡ് ദാൻ ദ നമ്പർ ഓഫ് ഓഫർ ടു ദ പബ്ലിക്. പബ്ലിക്കിന് ഓഫർ ചെയ്തതിനേക്കാൾ കൂടുതൽ ഷെയർസ് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ യൂസസ് ഓഫ് ഷെയർ പ്രീമിയം, അതല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് എന്നൊക്കെ ചോദിക്കും. ഈ സെക്യൂരിറ്റീസ് പ്രീമിയം എന്ന് വെച്ചാൽ നമ്മൾ എക്സസ് ആയിട്ട് വന്ന പ്രീമിയം എമൗണ്ടുകൾ, അതായത് 2 രൂപയുടെ ഷെയർ 5 രൂപയ്ക്ക് കൊടുത്തു, അപ്പോൾ നമുക്ക് 3 രൂപ എന്താണ് ലാഭമാണ് അല്ലേ. അത് നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയത്തിലേക്കാണ് മാറ്റുക. അങ്ങനെ മാറ്റുമ്പോൾ ആ എമൗണ്ടുകൾ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഇഷ്യൂ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ്, പ്രിലിമിനറി എക്സ്പെൻസസ് റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ റൈറ്റ് ഓഫ് എക്സ്പെൻസസ്, കമ്മീഷൻ പേ, ഡിസ്കൗണ്ട് ഓൺ എനി സെക്യൂരിറ്റീസ് ഓഫ് ദി കമ്പനി. അതായത് ഇങ്ങനെയുള്ള ചിലവുകൾ മീറ്റ് ചെയ്യാനാണ് നമ്മൾ അതിലത്തെ ആ ഒരു നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എല്ലാം ഓണേഴ്സ് ഓഫ് ദ കമ്പനിയാണ്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയർ ചാർജ് ചെയ്യുന്നത് ടേബിൾ എഫ് വെച്ചിട്ടാണ്, അത് 10% ആണ്. പ്രോഫിറ്റ് ഓൺ റീഇഷ്യൂ ഓഫ് ഫോർഫീറ്റർ ഷെയർസ് നമ്മൾ ക്യാപിറ്റൽ റിസർവിലേക്കാണ് മാറ്റുക. പിന്നെ എന്താണ് ഫോർഫീറ്റർ ഓഫ് ഷെയർസ്? എന്താ ക്യാൻസലേഷൻ? അതായത് ഫോർഫീറ്റർ ഷെയർസ് ഓഫ് മീൻ ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ബൈ ദി കമ്പനി വെൻ ഷെയർ ഹോൾഡേഴ്സ് ഫെയിൽ ടു പേ ദ അലോട്ട്മെന്റ് ഓർ കോൾ മണി. കോൾ മണിയോ അലോട്ട്മെന്റ് മണിയോ തന്നില്ല എങ്കിൽ നമ്മളത് ക്യാൻസൽ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫോർഫീറ്റർ എന്ന് വിളിക്കുന്നത്. ദെൻ ഡിബെഞ്ചർ എന്താണ്? ഇറ്റ് ഈസ് എ അക്നോളജ്മെന്റ് ഓഫ് ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ആണ് അണ്ടർ കോമൺ സെയിൽ ഓഫ് കമ്പനി. അപ്പോൾ വേഗം പോയിട്ട് അതിന്റെ ഡിഫറൻസ് പഠിക്കാം. ഷെയറും ഡിബെഞ്ചർ ഇങ്ങനെ പഠിച്ചാൽ മതി, ബേസിസ് പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഷെയർ എന്ന് പറയുമ്പോൾ ഓൺഡ് ക്യാപിറ്റലാണ്, ഡിബെഞ്ചർ ബോറോഡ് ക്യാപിറ്റലാണ്, ഓണേഴ്സ് ഓഫ് ദി കമ്പനിയാണ്, ക്രെഡിറ്റേഴ്സ് ഓഫ് ദി കമ്പനിയാണ്. ഇവർക്ക് കിട്ടുന്ന റിട്ടേൺ ഡിവിഡൻഡ് ആണ്, ഇവിടെ ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ നമുക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല, റീഫണ്ട് ഇവിടെ ഗ്യാരണ്ടി ഉണ്ട്. ഒപ്പം തന്നെ വോട്ടിംഗ് റേറ്റ് ഇല്ല, വോട്ടിംഗ് റേറ്റ് ഉണ്ട്. റെഡീമബിലിറ്റി ഇല്ല, റെഡീമബിലിറ്റി ഉണ്ട്. സെക്യൂരിറ്റീസ് ഇല്ല, സെക്യൂരിറ്റീസ് ഉണ്ട്. ഒപ്പം റീപേയ്മെന്റ് നമുക്ക് എപ്പോഴാണ് കിട്ടുക? ഷെയർ ഹോൾഡേഴ്സിന് നമുക്ക് എപ്പോഴാണ് റീപേയ്മെന്റ് കിട്ടുക? എല്ലാ
ഓൾ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് എല്ലാം മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇവർക്ക് നമുക്ക് ഫസ്റ്റ് കിട്ടും. ദെൻ ഡിബഞ്ചറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് പഠിക്കാം കേട്ടോ. സെക്യൂർഡ്, അൺസെക്യൂർഡ്, രജിസ്റ്റേർഡ്, ബെയറർ. സീറോ കൂപ്പൺ ഡിബഞ്ചേഴ്സ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ദീസ് ഡിബഞ്ചേഴ്സ് ഡു നോട്ട് ക്യാരി എനി സ്പെസിഫിക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അവർക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കണ്ട എങ്കിൽ അവരെ നമ്മൾ സീറോ കൂപ്പൺ ഡിബഞ്ചേഴ്സ് എന്നാണ് വിളിക്കുക. ഇൻ ഓർഡർ ടു കോമ്പൻസേറ്റ് ദ ഇൻവെസ്റ്റേഴ്സ് ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് അറ്റ് സബ്സ്റ്റാൻഷ്യൽ ഡിസ്കൗണ്ട്. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിസ്കൗണ്ടിലാണ് അവർ ഇഷ്യൂ ചെയ്യുക. എന്താണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് വെച്ചാൽ ഇറ്റ് മീൻസ് റീപേയ്മെന്റ് ഓഫ് പ്രിൻസിപ്പൽ എമൗണ്ട് ആഫ്റ്റർ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. നമ്മളൊരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞിട്ട് നമ്മൾ അത് റീപേ ചെയ്യുന്നതിനാണ് നമ്മൾ റിഡംഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ദ ഡിസ്കൗണ്ട് ഓൺ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ക്യാപിറ്റൽ ലോസ് ആണ്, ഫിക്ടീഷ്യസ് അസറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് റൈറ്റ് ഓഫ് ചെയ്യുന്നത് ലൈഫ് ടൈം ഓഫ് ഡിബഞ്ചേഴ്സിലാണ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുക, ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് നമ്മൾ എങ്ങനെയൊക്കെ ഇഷ്യൂ ചെയ്യാം? പാറിൽ, റിഡീമബിൾ അറ്റ് പാർ, ഡിസ്കൗണ്ടിൽ, റിഡീമബിൾ അറ്റ് പാർ, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്ത് പാറിൽ കൊടുക്കാം, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്ത് പ്രീമിയത്തിൽ തന്നെ കൊടുക്കാം, ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്ത് പ്രീമിയത്തിൽ കൊടുക്കാം. പല ഡിഫറെൻറ്റ് ടൈപ്സിൻ്റെ ഇതിൻ്റെ ഈ ജേർണൽ എൻട്രി പഠിച്ചോളൂ കേട്ടോ. ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണ് ചെയ്തത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താ? എൻഡ് പ്രൊഡക്റ്റ് ഓഫ് അക്കൗണ്ടിംഗ് സിസ്റ്റം. ഇത് റെലവെന്റ് ഫിനാൻഷ്യൽ റിസൾട്ട് ഓഫ് സ്പെസിഫൈഡ് പീരീഡ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആർ പ്രിപ്പയർഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ കോപ്പറേറ്റീവ് അണ്ടർടേക്കിംഗ്സ് ഫോർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതായത് മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ് ഓഫ് മാനേജ്മെന്റ് ആസ് വെൽ ആസ് ദ ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ് കേട്ടോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കമ്പനി, അതായത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. എന്താ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സ്? ഇൻഫോർമേഷൻ അബൌട്ട് എക്കണോമിക് റിസോഴ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ഓഫ് ബിസിനസ്, അതുപോലെ തന്നെ ഏർണിംഗ് കപ്പാസിറ്റി അറിയാനായിട്ട്, ക്യാഷ് ഫ്ലോ പൊസിഷൻ അറിയാനായിട്ട്, എഫക്റ്റീവ്നെസ് ഓഫ് മാനേജ്മെന്റ് അറിയാനായിട്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? അതായത് നേച്ചർ എങ്ങനെയാണ്? റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അക്കൗണ്ടിങ് കൺവെൻഷൻസ് ഉണ്ട്, പേഴ്സണൽ ജഡ്ജ്മെന്റ് ഉണ്ട്. ടെക്നിക്സ് ഓഫ് അല്ലെങ്കിൽ ടൂൾസ് എന്നൊക്കെ ചോദിക്കും. ലിസ്റ്റ് ഔട്ട് ദ ടെക്നിക്സ് ഓർ ടൂൾസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. അനാലിസിസ് എന്ന് ചോദിക്കുകയാണെങ്കിലാണ് കമ്പാരറ്റീവ്, കോമൺ സെയിൽസ്, ക്യാഷ് ഫ്ലോ, ട്രെൻഡ് ആൻഡ് റേഷ്യോ അനാലിസിസ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ റേഷ്യോ അനാലിസിന്റെ ഒബ്ജക്റ്റീവ്സ് ചോദിക്കാറുണ്ട്. ടു നോ ദ ബിസിനസ് വിച്ച് നീഡ് മോർ അറ്റൻഷൻ. ഏത് ഏരിയയിലാണ് ബിസിനസ് നന്നായി ശ്രദ്ധിക്കേണ്ടത്? ദെൻ പൊട്ടൻഷ്യൽ ഏരിയാസ് വിച്ച് എഫേർട്ട് ഡിസൈർ ഡയറക്ഷൻ. എവിടെയാണ് നല്ല പൊട്ടൻഷ്യൽ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പിന്നെ പ്രോഫിറ്റബിലിറ്റി, ലിക്വിഡിറ്റി, സോളവൻസി ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ഇൻഫോർമേഷൻ ഫോർ മേക്കിംഗ് ക്രോസ് സെക്ഷണൽ അനാലിസിസ് ബൈ കമ്പയറിംഗ് പെർഫോമൻസ് ഓഫ് ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്, അതായത് കമ്പയർ ചെയ്യാനായിട്ട്. ദെൻ പ്രൊവൈഡ് ദ ഇൻഫോർമേഷൻ ഫ്രം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മേക്കിംഗ് പ്രൊജക്ഷൻ ആൻഡ് ഫ്യൂച്ചർ എസ്റ്റിമേഷൻ നടത്താനും പ്രൊജക്ട് അറിയാനായിട്ട്. റേഷ്യോ അനാലിസിസിന്റെ ഇത് ഒബ്ജക്റ്റീവ്സ് ആണ്. ഇതിന്റെ അഡ്വാൻറ്റേജസ് സിംപ്ലിസിറ്റി ആണ്, പ്രോബ്ലം അറിയാൻ പറ്റും, കമ്പയർ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ഒക്കെ നമുക്ക് സിംപ്ലിഫൈ ആയിട്ട് മേക്ക് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നമ്മളിതിന് വേണ്ടിയിട്ട് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉണ്ട്, ലിക്വിഡിറ്റി റേഷ്യോസ് ഉണ്ട്, സോളവൻസി റേഷ്യോസ് ഉണ്ട്. ഇതിനൊക്കെ വേണ്ടി ഇതിൽ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇൻട്രാഫേം കമ്പാരിസൺ, അതുപോലെ തന്നെ ഇന്റർഫേം കമ്പാരിസൺ ഒക്കെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് വെച്ചാൽ, ലിക്വിഡിറ്റി റേഷ്യോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാവുന്ന റേഷ്യോസ്. അതെന്തിനാണ് അറിയുന്നത്? സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എത്രത്തോളം എമൗണ്ട് കൊടുക്കണം. സോളവൻസി റേഷ്യോ ലോങ് ടേം ആണ്. ടേൺ ഓവർ റേഷ്യോ എന്ന് വെച്ചാൽ എഫിഷ്യൻസി അറിയാൻ വേണ്ടിയിട്ടാണ്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് പ്രോഫിറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ, ഡെപ്റ്റ് ടു റേഷ്യോയുടെ ഒക്കെ ഇക്വേഷൻസ് പഠിക്കാം കേട്ടോ. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസിൽ ഒരു 6 പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് നിങ്ങൾ പഠിക്കണം. GP റേഷ്യോ, ഓപ്പറേറ്റിംഗ് റേഷ്യോ, അതുപോലെ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ഏർണിംഗ് പെർ ഷെയർ, അതൊക്കെയാണ് വളരെയധികം ഇമ്പോർട്ടൻറ്റ്. പ്രൈസ് ഏർണിംഗ് റേഷ്യോ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100ൽ നിന്ന് ഓപ്പറേറ്റിംഗ് റേഷ്യോ മൈനസ് ചെയ്തതാണ്. അതൊന്ന് ശ്രദ്ധിക്കാം. എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിക്കും. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് ഫ്രം വാരിയസ് ആക്ടിവിറ്റീസ് ഓഫ് എ കമ്പനി ഡ്യൂറിങ് എ സ്പെസിഫൈഡ് പീരീഡ്. ഒരു കമ്പനിയിലെ സ്പെസിഫൈഡ് പീരീഡില് ക്യാഷ് എത്രത്തോളം വന്നു, ക്യാഷ് എത്രത്തോളം പോയി, അപ്പൊ ഇൻഫ്ലോവും ഔട്ട്ഫ്ലോവും എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. മെയിൻ ഒബ്ജക്റ്റീവ് ഇതിന്റെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ക്യാഷ് ഫ്ലോനെ പറ്റി അറിയണം. ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇപ്പോൾ മന്ത്ലി ആണോ ഇയർലി ആണോ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയണം. അത് നമ്മൾ 3 രീതിയിലാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ഫൈനാൻസിങ് ആക്ടിവിറ്റീസിലാണ് കണ്ടെത്തുക. ആ 3 ആക്ടിവിറ്റീസും പഠിക്കുക കേട്ടോ ക്യാഷ് ഫ്ലോയില്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ ഇൻഫ്ലോ ഉണ്ട്, ഔട്ട്ഫ്ലോ ഉണ്ട്. അതായത് ക്യാഷ് ഫ്രം സെയില് അതൊക്കെ ഇൻഫ്ലോ ആണ്. റിസീപ്റ്റ് ഫ്രം റോയൽറ്റീസ്, ഫീസ്, കമ്മീഷൻ അതൊക്കെ ഇൻഫ്ലോ ആണ്. നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്, ഇൻവെന്ററി, അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഒക്കെ നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ അത് ഔട്ട്ഫ്ലോ ആണ് കേട്ടോ. ദെൻ
ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് വെച്ചാൽ നമുക്ക് പ്രോപ്പർട്ടീസ്, എന്തെങ്കിലും അസറ്റുകൾ, ലോങ് ടേം അസറ്റുകളൊക്കെ വാങ്ങുക, വിൽക്കുക. വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും, അപ്പൊ അത് ഇൻഫ്ലോ ആണ്. വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പൈസ പോവും, അപ്പൊ അത് പർച്ചേസസ് ആണ്, ഔട്ട്ഫ്ലോ ആണ്. ഫൈനാൻസിങ് എന്ന് പറയുമ്പോൾ ഷെയർസ്, ഫൈനാൻസ്, ഇപ്പൊ ഡിബഞ്ചർ, ഷെയർസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ പേയ്മെന്റ്, റിഡംഷൻ നടത്തുക, അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നതാണ്. പൈസ കിട്ടുന്നത് പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, പ്രൊക്യൂർമെന്റ് ഓഫ് ലോൺ, റിസീപ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിവിഡൻഡ്, അങ്ങനെ ഷെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഫൈനാൻസിങ് ആക്ടിവിറ്റീസിൽ വരിക. ദെൻ നിങ്ങൾ കൃത്യമായി നോക്കേണ്ട കുറച്ച് പ്രോബ്ലം ഏരിയാസ്, ഫോർഫീറ്ററിൻ്റെ, റീഇഷ്യൂവിൻ്റെ മാത്രം ജേണൽ എൻട്രീസ് പഠിക്കണം, 3 മാർക്കിന് വരും. കോൾസിനറിയൻ്റെ ഒരു ജേണൽ എൻട്രി എഴുതാൻ വരും. അതുപോലെ ഇഷ്യൂ ഓഫ് ഷെയർസ് അതർ ദാൻ ക്യാഷ്, അതായത് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴും ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോഴും പർച്ചേസ് കൺസിഡറേഷൻ ആണ് കേട്ടോ അത് ഉദ്ദേശിക്കുന്നത്, അതർ ദാൻ ക്യാഷ്. പിന്നെ റിഡംഷൻ്റെ ഏരിയയിലുള്ള കുറച്ച് ജേണൽ എൻട്രീസ്, കമ്പയറേറ്റീവ് സ്റ്റേറ്റ്മെന്റ്, ഒപ്പം തന്നെ കോമൺ സെയിൽസും കൂടി നോക്കാം കേട്ടോ. ദെൻ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് 8 മാർക്കിന് ഓർ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുക. ഇത്രയും ഏരിയകൾ നോക്കിയാലാണ് നമുക്ക് AFS സെറ്റ് ആവുള്ളൂ കേട്ടോ. സോ എല്ലാവരും തിയറി നല്ല പോലെ നോക്കുക. ഇപ്പൊ പ്രോബ്ലംസ് കുറച്ച് ജേണൽ എൻട്രീസും കുറച്ച് തിയറി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് AFSൽ വാങ്ങാൻ പറ്റും. ബാക്കി പാർട്ട് 1ൽ നിൽക്കുക കേട്ടോ. ഓക്കെ എവ്രിവൺ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക്